കർത്താവിന്റെ കരുണയും കൃപയും സമൃദ്ധമായി നമ്മളിലേക്ക് ഒഴുകുന്നു എന്നുള്ളതിന്റെ വളരെ പരസ്യമായ സൂചന നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ നമുക്ക് കർത്താവിന്റെ സൗരഭ്യമാകുവാൻ, അവിടുത്തെ പോലെ തന്നെ പൂശപ്പെട്ടവരായി ഐക്യപ്പെടുവാൻ തക്കവിധമുള്ള കൃപകൾ നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നതായ ഈ ഒരു വേള നമുക്ക് സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി സ്വീകരിക്കാം. ഈ ചിറ്റടി പ്രദേശത്ത് ഏതാണ്ട് കഴിഞ്ഞ 34 ദിവസമായി പരിശുദ്ധ കർത്താവിന്റെ തിരുസ്വരൂപത്തിൽ നിന്നും പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുസ്വരൂപത്തിൽ നിന്നും ഒഴുകി വരുന്നതായ ഈ അനുഗ്രഹീതമായ സുഗന്ധ തൈലം, ഈ അഭിഷേക അനുഭവം നമുക്ക് കൃപയായി അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കർത്താവ് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നു. കർത്താവിൻ്റെ സൗഖ്യം എണ്ണ പൂശി നമ്മളെ അനുഗ്രഹിക്കുന്നതിൻ്റെ സൂചകമായി നമുക്ക് ഈ അടയാളങ്ങളെ കാണുവാൻ നമുക്ക് സാധിക്കട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു. ഓരോ ദിവസവും നമുക്ക് ദൈവം വിവിധങ്ങളായ അടയാളങ്ങളിലൂടെ തൻ്റെ സ്നേഹവും കാരുണ്യവും നമുക്ക് നമ്മളെ അറിയിക്കുകയാണ്. അവൻ്റെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സഭ കടന്നു പോകുന്ന വളരെ വ്യത്യസ്തമായ, പ്രത്യേകിച്ച് സഭാ മക്കളിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതായ, സഭയിലെ അഭിഷിക്തരിൽ നിന്നുണ്ടാവുന്ന വലിയ വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ആ മുറിവുകൾ സൗഖ്യമാക്കുവാൻ കർത്താവ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നതിൻ്റെ അടയാളമാണ് ഈ കാണുന്നത്. നാം കർത്താവിൻ്റെ കൽപ്പനകൾ ആചരിച്ച് അവൻ്റെ വിശുദ്ധമായ ജീവിതത്തെ പിന്തുടരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഭിഷേകമുള്ളവരായിട്ട് തീരുവാൻ ഇടയാവും.